അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ആരിസ് പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കേരള സർക്കാരുടെ പുതിയൊരു പെൻഷൻ പരിപാടി വന്നിട്ടുണ്ട്. ആരും എന്നെ പൊങ്കാലയിടണ്ട. ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കണമെങ്കിൽ ഈ പറയുന്ന സൈറ്റിൽ പോയിട്ട് അപേക്ഷിക്കാം. ഇത് ആർക്കാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ മഞ്ഞ കാർഡും, റേഷൻ കാർഡ് മഞ്ഞ കാർഡും അതുപോലെ തന്നെ റോസ് കാർഡും ഉള്ള ആൾക്കാണ് ഇത് കിട്ടണത്. നിങ്ങൾ വേറെ ഏതെങ്കിലും പെൻഷൻ വാങ്ങുകയാണെങ്കിൽ ഇത് കിട്ടില്ല. മാസം 1000 രൂപയാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കോ അതല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുമില്ലാത്ത ആ വിഭാഗത്തിലുള്ള ആളുകൾക്കോ കിട്ടും എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ ഈ സൈറ്റിൽ കയറിയിട്ട് അപേക്ഷിച്ചാൽ മതി. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഈ കേരള സർക്കാർ കൊടുക്കുന്നത്, പക്ഷേ ഈ 1000 കൊണ്ട് എന്ത് കിട്ടുന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു പൊറോട്ട വാങ്ങണമെങ്കിൽ 10 രൂപയും 12 രൂപയും കൊടുക്കണം. അപ്പോൾ ഒരു 3 പൊറോട്ട അല്ലെങ്കിൽ 3 ചപ്പാത്തി കഴിക്കണമെങ്കിൽ 36 രൂപയായി. ഇത് ഒരു മാസത്തേക്ക് 1000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 35 രൂപ 36 രൂപയെ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഒരു നേരം ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ ഒരു പെൻഷൻ പൈസ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനത്തുള്ള ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അവർക്ക് പറ്റുമെങ്കിൽ ഒരു മെഡിക്കൽ കാർഡ് കൊടുക്കാൻ ശ്രമിക്കുക, നല്ലൊരു ഇൻഷുറൻസ് കാർഡ്. കാരണം അവർക്ക് വയസ്സായി കഴിഞ്ഞാൽ, രോഗം വന്നു കഴിഞ്ഞു പറഞ്ഞാൽ മക്കൾ പലപ്പോഴും ഉപേക്ഷിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ രോഗം വന്ന് ചികിത്സ ചെയ്യാനുള്ള കാശില്ലാതെയാണ് പലപ്പോഴും പല ആളുകളും ഏറ്റെടുക്കാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇൻഷുറൻസ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. മക്കൾക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്, നിങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ നല്ല രീതിയിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. മരുന്നൊന്നും പുറത്തുവിൽ വിടാതെ നിങ്ങൾ കഴിയുന്നതും പേഷ്യൻസിന് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരേ ബെഡിൽ 2-3 പേഷ്യൻസിനിട്ട് നോക്കാതെ ഒരു ബെഡ് കഴിയുന്നതും കൊടുക്കാൻ ശ്രമിക്കുക. സ്ട്രിക്റ്റായിട്ട് പറയുക. വാർഡുകൾ കൂട്ടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റൂമുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഫെസിലിറ്റി കഴിയുന്നതും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഈ ഒരു 1000 രൂപ കൊടുത്ത് കണ്ണിൽ പൊടിയിടുന്ന പരിപാടി ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ 6000 രൂപ വർഷത്തിൽ കൊടുക്കുന്നുണ്ട് 2 സെൻറ്റോ 3 സെൻറ്റോ ഭൂമിയുള്ള ആൾക്ക്. അപ്പോൾ 6000 രൂപ എന്ന് പറയുമ്പോൾ മാസം 500 രൂപയാണ് വരുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ 500 രൂപയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എങ്കിലും ചില ആളുകൾക്കൊക്കെ കേന്ദ്ര സർക്കാരുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് വലിയൊരു ഉപകാരമാണ്. ഇപ്പോൾ എൻ്റെ ഉമ്മക്കൊക്കെ നല്ല രീതിയിൽ ചികിത്സ കഴിഞ്ഞ് പോയതൊക്കെ ആ ഒരു കാർഡും കൊണ്ട് തന്നെയാണ്. 5 ലക്ഷം രൂപ വരെ ഇപ്പോൾ അത് കൊടുക്കുന്നുമില്ല. പല സ്ഥലത്തിലും പല ആളുകൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത് അടിപൊളി കാർഡാണ്, ഞാൻ എല്ലാം പറയുന്നത്. അതുപോലെ കേരള സർക്കാർ നല്ലൊരു കാർഡ്, ഇൻഷുറൻസ് കാർഡ് ഈ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. കുറച്ച് കാലേ ചിലപ്പോൾ അവർ ജീവിച്ചിരിക്കുകയുള്ളൂ. അതായത് ഒരു 60-65 വയസ്സിന് ശേഷം ഒരു 5 കൊല്ലമോ 10 കൊല്ലമോ നിങ്ങൾ കഴിയുന്ന ഒരു 55 വയസ്സിന് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു ഇൻഷുറൻസ് പാസ്സാക്കി. അത് അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഗുണമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഒരു പെൻഷൻ പരിപാടി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അല്ലാതെ ഈ 1000 രൂപയും കൊടുത്തിട്ട് എന്ത് കിട്ടാൻ? എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഒരു സൈറ്റിൽ പോവുക, കൃത്യമായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയിട്ട് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അക്ഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പീസ് കൊടുത്ത് അവർ ചെയ്തു തരും. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, കൂടുതൽ ഡീറ്റെയിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്ഷയവുമായി ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.